ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കേക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഷേപ്പിലുള്ള 2 കേക്കുകൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പേപ്പർ കട്ടിങ് വെച്ച് കേക്ക് 8 ഇഞ്ചിൽ ചെയ്ത കേക്കായിരുന്നു. അതിലേക്ക് ഇതേപോലെ പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കേക്ക് 2 പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേക്ക് ഏത് ടിന്നിലാണോ ചെയ്തത് ആ ഒരു ടിന്നിൻ്റെ സൈസ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട്, ഇതിപ്പോൾ 8 ഇഞ്ചിലാണെങ്കിൽ 8 ഇഞ്ച് റൗണ്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നത്. അല്ലാതെ ഞാൻ ഡയറക്റ്റ് ആദ്യം കേക്കിലൊന്ന് കട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കി, അത്രയും അങ്ങോട്ട് ശരിയാകാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതേപോലെ പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് 3 ലെയർ ആക്കിയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഐസിങ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ 2 ബേസിലായിട്ട് രണ്ടും ക്രം കോട്ടൊക്കെ ചെയ്തു ഓവർനൈറ്റ് കൂടെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരുമിച്ച് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് കളർ ക്രീമിലാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഓർഡർ വന്ന കേക്കല്ല, അവർ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി, എൻ്റെ നെയ്ബറാണ്. അപ്പം ചേച്ചി ഇങ്ങനെ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത് പോലുമില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത് കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രമാണ് ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കേക്ക് കാണുമ്പോൾ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം വാങ്ങിയതല്ലേ, അപ്പോൾ പെട്ടെന്ന് അവർക്ക് കേക്ക് കാണുമ്പോൾ എന്താ ഈ ഒരു ഡിസൈൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഞാനൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാണെന്ന്. എന്തായാലും അങ്ങനെ നമ്മൾ ഫസ്റ്റ് കേക്ക് ഇതേപോലെ റെഡ് കളറിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത് ഐസിങ് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്ത് ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയെടുക്കാൻ കുറച്ചൊന്ന് മെനക്കേടാണ്. നമ്മൾ കുറച്ച് ടൈം വേണം. നമ്മൾ നോർമലി കേക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെയല്ല, കുറച്ചധികം ടൈം വേണം. അപ്പോൾ കേക്ക് ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ടൈം എടുത്താലേ നമുക്ക് ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഈ ഒരു 2 കേക്ക് നമ്മൾ 2 കളറിൽ ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. നമ്മൾ ആ സെക്കൻഡ് കേക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈലക്ക് എന്ന് പറയുന്ന ഒരു കളറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഈ ഒരു 2 കേക്ക് രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു 12 ഇഞ്ചിൻ്റെ ബേസിലേക്കാണ്, നമ്മൾ നോർമലി ഇതൊരു 1 kg കേക്കാണ്, പക്ഷേ എങ്കിലും ഇത് 2 കേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് തന്നെ ഒരു 12 ഇഞ്ചിൻ്റെ ബേസിലേക്ക് 2 കേക്കും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 പൊസിഷനിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ ഒരു ഹൈറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും നന്നായിട്ട് തന്നെ ആ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ വരുമ്പോഴാണ്, ക്രീം അപ്ലൈ ചെയ്യുന്നതും ആ ഒരു വ്യത്യാസം വരുമ്പോഴാണ് ഒരു ഹൈറ്റ് ഡിഫറൻസ് വന്നത്. പിന്നെ ഇതേപോലെ ഫോക്സ് ബോൾസും ഷുഗർ ബോൾസും ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഫോക്സ് ബോൾസ് അങ്ങ് റിമൂവ് ചെയ്തു. കാരണം അവർ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം വാങ്ങിയ കേക്കിനകത്ത് ഫോക്സ് ബോൾസിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനൊരു ഫോക്സ് ബോൾസ് എടുത്തിട്ട് അത് കുത്തിയ പാട് എന്തായാലും അതിനകത്ത് വരും. അപ്പം ഞാൻ ക്രീം കൊണ്ട് ഫില്ല് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് കേക്കിന് എന്തെങ്കിലും ഒരു ഡിസൈൻ വേണമല്ലോ. അങ്ങനെ അവിടെ 2 റോസറ്റ വെച്ചിട്ട് ഇതേപോലെ 2 റോസറ്റ ഡിസൈൻ ഒന്ന് കൊടുത്ത് കേക്ക് ഫിനിഷ് ചെയ്തു. എന്തായാലും ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബോയ് ഓർ ഗേൾ തീം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്വിൻസ് ബർത്ത്ഡേ കേക്കിൻ്റെ ഒക്കെ ഒരു ഓർഡർ വരുമ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഡിസൈനിൽ നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഡിസൈൻ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.